ഈ സന്ദീപ് വാര്യർ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് സന്ദീപ് വാചസ്പതി ഉൾപ്പെടെ. അതായത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. കോൺഗ്രസിലേക്ക് പോകാനുള്ള പല ശ്രമങ്ങളും സന്ദീപ് വാര്യർ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഈ ബാംഗ്ലൂരിലേക്ക് പോയത് RSS നേതാക്കളെ കാണാനല്ല, DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാനാണ്. കോടികളുടെ പണം സന്ദീപ് വാര്യർ വന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ആ കോടികൾ പൊക്കാനായി, അതായത് RSSനെ തള്ളിപ്പറഞ്ഞ സന്ദീപ് വാര്യരെ വെറുതെ വിടാൻ RSS തയ്യാറല്ല. RSSനെ തള്ളിപ്പറഞ്ഞ എന്നുള്ളതല്ല, പാർട്ടിയെ തള്ളിപ്പറഞ്ഞ സന്ദീപ് വാര്യരുടെ വെറുതെ വിടാൻ RSS തയ്യാറല്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ കിട്ടിയ ഓഫറുകളും കോടികളുടെ കണക്കുകളും എല്ലാം പുറത്തുവിടാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അറിയാം. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മൗനം പാലിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു? തീർച്ചയായും, അതായത് കണ്ണ് മഞ്ഞളിച്ചോ സന്ദീപിന്റെ? എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ വേണം നമ്മൾ കരുതാൻ. കാരണം സന്ദീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ 2 പേരാണ് സന്ദീപ് വാചസ്പതിയും അതുപോലെ തന്നെ ശങ്കുട്ടി ദാസും. BJPയുടെ സംസ്ഥാന വക്താക്കളാണ് 2 പേരും. ഈ ശങ്കുട്ടി ദാസ് ഇന്നലത്തെ ഒരു ചർച്ചയിൽ, അതിനു മുമ്പ് ഒരു കാര്യം, ഈ ശങ്കുട്ടി ദാസിന് അപകടം പറ്റുന്ന സമയത്ത് സന്ദീപ് വാര്യരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പോകുമ്പോഴാണ് അദ്ദേഹത്തിന് അപകടം പറ്റുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്ന ആളാണ് സന്ദീപ് വാര്യർ. അങ്ങനെയുള്ളൊരു സന്ദീപ് വാര്യരെക്കെതിരായിക്കൊണ്ട് ശങ്കുട്ടി ദാസ് സംസാരിക്കുമ്പോൾ ശങ്കുട്ടി ദാസിനെ പോലൊരാളെ അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആത്മാർത്ഥമായ സുഹൃത്തുക്കളെ അങ്ങനെ കുറ്റം പറയാറില്ല. വന്ദിച്ചില്ലെങ്കിൽ നിന്ദിക്കാത്ത ആളാണ് ശങ്കുട്ടി ദാസ്. അദ്ദേഹം കൃത്യമായി സന്ദീപിനെതിരെ സംസാരിക്കണമെങ്കിൽ ഈ സന്ദീപിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല പാർത്ത, അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറയണം. സന്ദീപ് വാചസ്പതിയുടെ ഇന്നലെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. എന്ത് മാന്യമായാണ് സന്ദീപ് വാചസ്പതി സന്ദീപ് വാര്യരെ കുറിച്ച് സംസാരിക്കുന്നത്. എന്ത് ബഹുമാനം കൊടുത്താണ് സംസാരിക്കുന്നത്. തീർച്ചയായും അത് കണ്ടുപഠിക്കണം സന്ദീപ് വാര്യർ. കാര്യം കൃത്യമായി പറയുകയാണെങ്കിൽ സന്ദീപ് വാചസ്പതിയെ പോലെ ഒരാളെ കൃത്യമായി കണ്ടുപഠിക്കണം സന്ദീപ് വാര്യർ. കാരണം അദ്ദേഹം ധന്യ പറഞ്ഞതുപോലെ ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം എങ്ങനെയാണോ സന്ദീപ് വാര്യരെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്, ആ ബഹുമാനം കൊടുത്തിട്ടുള്ളത്, അതൊക്കെ തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് കോൺഗ്രസിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ സന്ദീപ് വാര്യർക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു, അതിന് സാധിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം നരേന്ദ്രമോദിയെ പോലും ഒരു വല്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു എന്നുള്ളത് വളരെ വേദനാജനകമാണ് അവിടെ നിൽക്കുന്ന ആളുകൾക്ക്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവി മാത്രം ചിന്തിച്ച്, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇന്നലത്തെ ഒരു ചർച്ചയിൽ, ഞാൻ ബാംഗ്ലൂരുവിലെ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ ഒരു ചർച്ച നടന്നിരുന്നു. അതായത് ഈ LDFും UDFും തമ്മിൽ ഒരു പോര് ഇന്നലെ നടന്നിരുന്നു. ആ പോരെന്ന് പറയുന്നത്, ഇന്നലെ LDF ഒരു പത്രപരസ്യം സുപ്രഭാതത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന തേജസിലും ഒരു പത്രപരസ്യം കൊടുക്കുന്നു. ആ പത്രപരസ്യത്തിൽ ഇങ്ങനെയാണ്: ഈ കാളകൂട വിഷത്തെ സ്വീകരിച്ചവർക്ക് വോട്ട് ചെയ്യണോ, സന്ദീപ് വാര്യർ കാളകൂട വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പത്രപരസ്യം. കാരണം പ്രധാനമായും ഈ തേജസും അതുപോലെ തന്നെ സുപ്രഭാതവും ഒക്കെ എവിടെയാണ് പോകുന്നത്? സുപ്രഭാതം പത്രത്തിലാണ് മെയിനായിട്ട് കൊടുത്തത്. ഈ സുപ്രഭാതം പത്രമൊക്കെ ഇസ്ലാമിക വിശ്വാസികളുടെ അടുക്കലേക്കാണ് പോകുന്നത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM നടത്തിയത് ഒരു വർഗീയ കളിയാണ്, ഒരു വർഗീയ കാർഡറൊക്കെയാണ് ചെയ്തത്. അവിടെ കൃത്യമായി അവർ പറയുന്നു, അതായത് കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് സന്ദീപ് വാര്യർ പങ്കുവച്ചിരുന്നു എന്ന് CPM പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ പിന്നീട് വലിയ പോരുകൾ നടന്നു. അങ്ങനെ പോരുകൾ നടന്നപ്പോൾ സന്ദീപ് വാര്യർ കൃത്യമായി പറഞ്ഞു, ഇത് ഫാക്ട് ചെക്കിംഗ് ടീം ഈ കാര്യം അന്വേഷിച്ച് ഇത് തെറ്റാണ് എന്ന് തെളിയിച്ചൊരു സംഭവമാണ് എന്ന് വളരെ കൃത്യമായി ചർച്ചയിൽ, ഇന്നലത്തെ റിപ്പോർട്ടറിൻ്റെ ചർച്ചയിൽ അരുൺകുമാറിനോട് സന്ദീപ് വാര്യർ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ശങ്കുട്ടി ദാസിനോട് അരുൺകുമാറോട് ചോദ്യം ചോദിച്ചു. ശങ്കു, ഈ പോസ്റ്റ് സന്ദീപ് വാര്യർ ഇട്ടതാണോ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ശങ്കുട്ടി ദാസ് പറഞ്ഞത്, ആ പോസ്റ്റ് സന്ദീപ് വാര്യർ ഇട്ടതാണ്, സന്ദീപ് വാര്യരുടെ ഐഡിയിൽ നിന്ന് അദ്ദേഹം ഇട്ട പോസ്റ്റ് തന്നെയാണ്. അതായത് കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്യണം എന്നുള്ള പോസ്റ്റ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ശങ്കുട്ടി ദാസ് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് ഫാക്ട് ചെക്കിംഗ് ആണ്. അതായത് ആ ഷെയർ ചെയ്ത പോസ്റ്റിൽ ഇങ്ങനെ BJPയുടെ പേര് വെച്ച് വന്ന പോസ്റ്റിൽ അത് BJPയുടെ നിലപാടാണോ എന്നത് മാത്രമാണ് ഫാക്ട് ചെക്കിലൂടെ അവർ വെളിച്ചത്ത് കൊണ്ടുവന്നത്. പക്ഷേ സന്ദീപ് വാര്യർ അത് ഷെയർ ചെയ്തിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് നിങ്ങൾ അത് ഷെയർ ചെയ്തോ എന്നുള്ളതാണെന്നും BJPയുടെ പ്രവർത്തകനായിട്ടുള്ള ഒരാൾ ആ സമയത്ത് തന്നെ അതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും പാർട്ടിക്ക് പരാതി കൊടുക്കുകയും കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്നും ഇന്ത്യയിലെ കാശ്മീരിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ട സന്ദീപിനെതിരെ നടപടിയെടുക്കണമെന്നും ഒരു വിഭാഗം പ്രവർത്തകർ ആവശ്യപ്പെട്ടുവെന്നും ശങ്കുട്ടി ദാസ് പറയുന്നുണ്ട്. കൃത്യമാണ്, അന്ന് പാർട്ടിക്ക് പരാതി ലഭിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്,
യുവമോർച്ചയിൽ സ്ഥാനം കിട്ടാൻ, BJP-യിൽ സ്ഥാനം കിട്ടാൻ എന്ത് ഒരു തന്നിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് പണിയും എടുക്കുന്ന രീതിയിലേക്ക് സന്ദീപ് വാര്യർ മാറി എന്ന് ശങ്കുട്ടി ദാസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ സന്ദീപ് വാചസ്പതി പറഞ്ഞ കാര്യങ്ങളും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അതായത് സന്ദീപ് വാര്യർ RSS നേതൃത്വവുമായി ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ RSS നേതൃത്വം അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം DK ശിവകുമാറിനെ കണ്ടിരുന്നു. DK ശിവകുമാറിനെ എന്തിനാണ് കണ്ടത്? DK ശിവകുമാറിന്റെ അടുത്ത് പോയി വളരെ കൃത്യമായി തന്റെ ആവശ്യങ്ങൾ പറയുകയും അതുവഴി DK ശിവകുമാർ വഴി കോൺഗ്രസ് നേതൃത്വത്തെ ബന്ധപ്പെടുകയും കോൺഗ്രസ് നേതൃത്വം ഇവർ പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പരിശ്രമിച്ചു കൊണ്ടുവന്നു എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥം സംഭവിച്ചത്. DK ശിവകുമാറിന്റെ ഒരു ഇടപെടലിലൂടെ വളരെ കൃത്യമായി AICC നേതൃത്വവുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ തനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം കോയമ്പത്തൂരിൽ വീണ്ടും ഒരു കേരള നേതാക്കളുമായി ചർച്ച നടത്തുന്നു. കേരള നേതാക്കളോട് AICC ആണ് പറയുന്നത് എന്ത് ഈ സന്ദീപ് വാര്യരെ എടുക്കാൻ. അല്ലാതെ കേരളത്തിലെ നേതാക്കന്മാർക്ക് പൂർണ്ണ സമ്മതം ഉണ്ടായിട്ടൊന്നുമല്ല. AICC നേതാക്കന്മാരുടെ AICCയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതെല്ലാം വളരെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം BJP-യെ കൃത്യമായി ചതിക്കുകയായിരുന്നു. ഇതിന്റെ കൂടെ ഇന്നലെ ഒരു പോസ്റ്റ് വന്നായിരുന്നു, അതും കൂടെ നമ്മൾ വായിച്ചു പോകണം. അതായത് DK ശിവകുമാർ അല്ല, അവന്റെ തന്തയെ കൊണ്ടുവന്നാലും ഒരു കൗൺസിലറെങ്കിലും നിങ്ങളുടെ കൂടെ ഇലക്ഷന് മുൻപ് വന്നാൽ ഞങ്ങൾ പേജ് നിർത്തും. കാവിപ്പട എന്ന് പറയുന്ന ഒരു പേജ് ഇട്ടിരിക്കുന്നതാണ്. ഇത് കോൺഫിഡൻസ് മാത്രമല്ല, ഞങ്ങളുടെ അഹങ്കാരം കൂടിയാണ്. നീയൊക്കെ ബാംഗ്ലൂരിൽ ശിവകുമാറിന്റെ കൂടെ മീറ്റിംഗ് കൂടിയിട്ട് KC വേണുഗോപാലിന്റെ വാറും കളി കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാം എന്ന് വിചാരിച്ചു അല്ലേ? ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ അത് പൊളിച്ച് കയ്യിലേക്ക് വച്ചു തന്നപ്പോൾ പകരം 9 കൗൺസിലർമാർ ഞങ്ങളോടൊപ്പം വരുമെന്ന് നിങ്ങൾ വ്യാജ പ്രചരണം നടത്തി. പൊളിച്ചു കയ്യിൽ തന്നിട്ട് വെല്ലുവിളിയാണ്, പരസ്യമായ വെല്ലുവിളി. കാണിക്ക് സുധാകര, തന്തയില്ല വാര്യരോടും അവന്റെ പുതിയ വാപ്പയോടും പറഞ്ഞേക്ക്. ഒന്നിച്ച് ശ്രീ കൃഷ്ണകുമാറിനോടൊപ്പം പാലക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി മറുപടി നൽകി BJP കൗൺസിലർമാർ. തീർച്ചയായും ഈ BJP കൗൺസിലർമാർ C കൃഷ്ണകുമാറിനൊപ്പം പ്രകടനം നടത്തി. അപ്പോൾ നമ്മളൊക്കെ കരുതി എന്താ കാര്യം? ഈ പ്രകടനം വരുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ പോലും വിചാരിച്ചു സന്ദീപ് വാര്യർ ഫാൻസ് ആയിട്ടുള്ള 6 പേർ ഇപ്പം BJP വിടുവന്നു. പക്ഷേ വളരെ കൃത്യമായി മറുപടി കൊടുക്കുകയായിരുന്നു BJP. വളരെ കൃത്യമായി പാലക്കാട് നഗരത്തിലൂടെ വലിയ വൻപിച്ച പ്രകടനം നടത്തി, സ്ത്രീകളെ അടക്കം അണിനിരത്തിക്കൊണ്ട് അവിടെ കൃഷ്ണകുമാറിനെ മുന്നിൽ നിർത്തി, കൃഷ്ണകുമാറിന്റെ ഇടത്തും വലത്തും പാലക്കാട്ടെ കൗൺസിലർമാരെ നിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്. അത് BJP കൊടുത്ത വളരെ കൃത്യമായ ഒരു മറുപടി തന്നെയായിരുന്നു. അപ്പോൾ അത് RSSനെ സംബന്ധിച്ചിടത്തോളം RSSന് ആദ്യം ഈ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഒരു സഹതാപം ഉണ്ടായിരുന്നു, ഒരു സിമ്പതി ഉണ്ടായിരുന്നു. അവർ ഒരു അനുനയ ശ്രമത്തിനൊക്കെ ശ്രമിച്ചു. എന്തായാലും BJP-ക്ക് വേണ്ടി ഇത്രയും പരിശ്രമിച്ച ഒരാൾ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ തെറ്റുപറ്റിയാൽ നമ്മൾ തിരുത്താൻ ശ്രമിക്കുമല്ലോ, തെറ്റുപറ്റാത്തവരാരുമില്ല. പക്ഷേ അതിന് മുകളിൽ കടന്ന് സന്ദീപ് വാര്യർ കളിക്കുമെന്ന് RSSനും ഒരുപക്ഷെ മനസ്സിലായി കാണാം. അതുകൊണ്ടാണ് അവർ പിന്നീട് ഒന്നിനും പോവാതിരുന്നത്. സന്ദീപ് വാര്യരെ കാണാൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെ, പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെ പോവാതിരുന്നതിന്റെ കാരണം നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇന്നലെ സന്ദീപ് വാചസ്പതി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായത്, നേരത്തെ തന്നെ സന്ദീപ് വാര്യരിൽ നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പലതിൽ നിന്ന് സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയത് എന്നുള്ളത്. അതായത് കൂടെ നിന്ന് ഒറ്റുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടിയാണ് സന്ദീപ് വാര്യർ തുടർന്നത് എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി മാറിപ്പോയി. ഇത് BJP ആയിരുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങൾ ഉണ്ടാകാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം വരുമ്പോൾ തങ്ങളുടെ കൂടെ നിൽക്കുന്നവൻ തന്നെ തങ്ങളെ കുത്തുന്നു, ഒറ്റുന്നു, തങ്ങളെ ചതിക്കുന്നു എന്ന് തോന്നിയാൽ അവർ ഒറ്റക്കെട്ടാണ്. അവരെ പിന്നെ ആർക്കും തടുക്കാനോ തകർക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് പാലക്കാട് നമ്മൾ കണ്ടത്. പിന്നീട് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർ, നവ്യ ഹരിദാസ് ഉൾപ്പെടെ ഉള്ളവർ അങ്ങ് ഇറങ്ങിയില്ലേ, അതങ്ങ് തകർത്തില്ലേ പ്രചരണ രംഗം, കൊഴുപ്പിച്ചില്ലേ BJP. ഞങ്ങളെ ഇപ്പൊ എന്റെ കൂടെ കൗൺസിലർമാർ മൊത്തവും ഇങ്ങ് വരുമെന്ന് സന്ദീപ് പറഞ്ഞു. എത്ര കൗൺസിലർമാർ വന്നു? സന്ദീപിനോട് ആ ഒരു ഓഫറും കൂടി ചിലപ്പോൾ കോൺഗ്രസ് ചോദിച്ചായിരിക്കും. പണി കിട്ടിയത് ഇപ്പോഴായിരിക്കും കോൺഗ്രസിന് മനസ്സിലാകുന്നത്. കാരണം വലിക്കുന്നത് BJP-യിൽ നിന്നാണ്. BJP സന്ദീപിന് 8ന്റെ പണി കൊടുത്തതാണെന്ന് ഇപ്പോഴാണ് സന്ദീപ് മനസ്സിലാക്കുന്നത്. നീ പൊക്കോ, ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രസ്ഥാനമാണടാ വലുതല്ല, നിന്നെപ്പോലെ കൂടെ നിന്ന് ചതിയല്ല ഞങ്ങളുടേതെന്ന്
അവർ മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ പോലും അദ്ദേഹത്തിന്റെ ഒപ്പം പോയില്ല എന്നുള്ളതാണ്. അദ്ദേഹം വിചാരിച്ചു ഞാനാണ് വലുത്, എന്റെ കൂടെ ഇവർ വരുമെന്ന്. പക്ഷെ അവരാരും പോയില്ല എന്നുള്ളതാണ്. ഈ ധന്യ പാർട്ടിയിൽ വിയോജിപ്പുകൾ ഉണ്ടാവാം, പാർട്ടി മാറാം, പാർട്ടി മാറരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഒരേ സമയം ഒരു പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല. പക്ഷേ പാർട്ടി മാറുമ്പോൾ മാന്യതയോടുകൂടി മാറണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും സ്വന്തം വളർത്തി വലുതാക്കിയ പാർട്ടിയെ തന്തയ്ക്ക് പറയാതിരിക്കുക, ആ പാർട്ടിയെ ചീത്ത പറയാതിരിക്കുക, ആ പാർട്ടിയുടെ ആശയങ്ങളോട് നിങ്ങൾ വിചാരിച്ചോളൂ. ഇതിനെ അരുൺകുമാർ ഒരു ചോദ്യം ചോദിച്ചാൽ അരുൺകുമാറിനോട് തിരിച്ച് വിവരമില്ലാത്ത സന്ദീപ് വാര്യർ ചോദിച്ചതാണ്, നിങ്ങൾ 24 മാറിയില്ല റിപ്പോർട്ടറിലേക്ക് വന്നതെന്ന്. അതുപോലെയാണ് ഒരു പ്രസ്ഥാനത്ത് നിന്ന് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് മാറുന്നത്. അത്ര പോലും ചിന്തിക്കാൻ അത്രമാത്രമാണ് സന്ദീപിന് വില കൊടുത്തിട്ടുള്ളൂ. ആ 24-ൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് പോകുന്ന അരുൺകുമാറിനോട് ആ ചോദ്യം ചോദിച്ച സന്ദീപ് അത്ര വില മാത്രമേ BJPക്കും RSSനും കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് RSSനും BJPക്ക് അണികൾക്ക് ഇപ്പൊ സന്തോഷിക്കാം, നിങ്ങൾക്ക് സന്തോഷിക്കാം. അത് എനിക്ക് വ്യക്തിപരമായി സന്ദീപിനോട് ഒരു വിയോജിപ്പുമില്ല, എനിക്കൊരു ദേഷ്യവുമില്ല. ഞാൻ ആശയപരമായി മാത്രമാണ് സംസാരിക്കുന്നത്. ആ ആശയത്തിന്റെ പുറകിൽ സന്ദീപ് ചെയ്തത് ശരിയല്ല എന്നത് മാത്രം. അദ്ദേഹം വ്യക്തിപരമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് നല്ല സ്ഥാനങ്ങൾ, അദ്ദേഹത്തിന് ഇനിയും സ്ഥാനങ്ങൾ കിട്ടട്ടെ, കോൺഗ്രസ് ശോഭിക്കാൻ കഴിയട്ടെ. പക്ഷെ ഇവിടെ അദ്ദേഹം ചെയ്തത് എന്താണ്, ശരിയല്ലാത്ത കാര്യമാണ് എന്ന് തന്നെയാണ്. അല്ലെ, എന്റെ നല്ല സുഹൃത്താണ്, ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും.